എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് അങ്ങനെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ കയറാത്ത ആളുകളും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവരും കയ്യിൽ പെൻഷൻ പ്രതീക്ഷിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. UDF സർക്കാരിന്റെ രണ്ടാമത്തെ മാസത്തെ വിതരണമായിട്ടുള്ള ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇന്ന് ജൂൺ 24-ാം തീയതി മുതൽ സേവന പെൻഷൻ വിഭാഗത്തിൽ നിന്നും വിതരണം ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ പഞ്ചായത്ത് പെൻഷൻ ഡയറക്ടറേറ്റിലേക്ക് തുക കൈമാറിയിട്ടുണ്ട് എന്നാണ് സേവന പെൻഷൻ വിഭാഗത്തിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും എന്നുള്ളതാണ് അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് കയറി തുടങ്ങുന്നതാണ്. ഇന്ന് കിട്ടാത്ത ആളുകൾക്ക് നാളേക്കായിട്ട് അക്കൗണ്ടുകളിൽ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. നമുക്കറിയാം 25-ാം തീയതിക്ക് ശേഷമായിരുന്നു തുക ലഭിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ 24-ാം തീയതി ഇന്ന് അത് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കിട്ടുകയാണ് എങ്കിൽ കുറച്ചുകൂടി നേരത്തെ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അടുത്ത മാസം ജൂലൈ 3-ാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നും ഇന്നലത്തെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ 5-ാം തീയതിയായിരുന്നു പെൻഷൻ വിതരണത്തിനുള്ള ഒരു സമയം, 2 ദിവസം നേരത്തെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇന്നും നാളേക്കായിട്ട് എത്തിച്ചേരുന്നത്. അതിന് ശേഷം കയ്യിൽ വിതരണം അത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം തുക എത്തേണ്ടതുണ്ട്, ലിസ്റ്റ് എത്തേണ്ടതുണ്ട്. ഇന്നും നാളേക്കായിട്ട് അത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കും. ഭൂരിഭാഗം സ്ഥലങ്ങളിലും മുഹറം അവധിക്ക് ശേഷമായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക. 3-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. ജൂൺ 30 വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇനിയും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അത് സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഉള്ളത്. അതിനുള്ളിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാർച്ചിന് മുമ്പ് കൊടുത്തിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും കൊടുക്കേണ്ടതില്ല. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്കും സമർപ്പിക്കാനുള്ള സമയം ജൂൺ 30. അത് എല്ലാവരും ചെയ്യേണ്ടതില്ല. മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് കൊടുക്കേണ്ടതില്ല. 2020 ജനുവരി മുതൽ പെൻഷൻ വാങ്ങുന്നവരും ഇത് കൊടുക്കേണ്ടതില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പോൾ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. തുക ആർക്കെങ്കിലും ലഭിച്ച് തുടങ്ങിയാൽ, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടാകില്ല, പക്ഷേ പെൻഷൻ വിതരണം പഞ്ചായത്ത് സേവന പെൻഷൻ വിഭാഗത്തിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടി ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങും. എത്തിക്കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.